നിങ്ങളുടെ ഐഫോണുകളിൽ ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. ഐഫോൺ യൂസേഴ്സിന് എന്നും ഒരു മുതൽക്കൂട്ടാണ് സിറി ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇതിലെ ആദ്യത്തെ സിറി ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ബാറ്ററിയും ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇതുപോലെ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ആകും എന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തുണ്ടാകത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു സർട്ടൺ ലിമിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിമിറ്റിലെത്തുമ്പം നിങ്ങൾക്കൊരു സ്പീക്കിംഗ് നോട്ടിഫിക്കേഷൻ ചാർജ് 75% ആയി അല്ലെങ്കിൽ 80% ആയി എന്നുള്ളതിൻ്റെ ഒരു സ്പീക്കിംഗ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഷോർട്ട് കട്ടാണ് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ താഴെ ഷോർട്ട് കട്ട്സ്, ഓട്ടോമേഷൻ, അതുപോലെ ഗാലറി എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ടാബ് കാണാൻ സാധിക്കും. അതിൽ ഓട്ടോമേഷൻ ടാബിൽ പോയിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് ആ ചാർജിങ് ലിമിറ്റ് എത്തിക്കഴിയുമ്പം സ്പീക്കിംഗ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആ ഒരു ഓട്ടോമേഷനാണ്. അതിനുവേണ്ടി പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക. അവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ബാറ്ററി ലെവൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അത് കഴിയുമ്പം ഇവിടെ നമുക്ക് ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു 80 അല്ലെങ്കിൽ 85% ലിമിറ്റ് സെറ്റ് ചെയ്തു. അതാകുമ്പോൾ 85% എത്തിക്കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ വാർണിംഗ് ലഭിക്കും. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യുന്ന ഫോൺ ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ഈക്വൽ ടു 85 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ റൺ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് വേണ്ട ആ ഒരു ആക്ഷൻ വരുന്നത്. ഇവിടെ സ്പീക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ഷൻ ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ സ്പീക്ക് ടെക്സ്റ്റ് എന്ന് തന്നെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ആ ആക്ഷൻ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഡൺ അടിക്കുക. ഡൺ അടിച്ച് കഴിയുമ്പം നമ്മൾ ഫോൺ എപ്പം 85% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ. സിറി ഷോർട്ട് കട്ടുകൾ എന്താണ്, എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചാനലിലെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കണ്ട് കാര്യങ്ങൾ പഠിക്കാനാണ്. രണ്ടാമത് ഒരു ഓട്ടോമേഷനാണ്, ഓറിയൻറ്റേഷൻ ലോക്ക് ഓട്ടോമേഷൻ. ഇത് ഹാൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷനാണ്. നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടും. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഓറിയൻറ്റേഷൻ ലോക്ക് യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ യൂട്യൂബിൽ കയറുമ്പോൾ നമുക്കറിയാം ലാൻഡ്സ്കേപ്പിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഓറിയൻറ്റേഷൻ ലോക്ക് ഡിസേബിൾ ചെയ്യണം. അപ്പോൾ യൂട്യൂബിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ കയറുമ്പം ഈ ഒരു ഓറിയൻറ്റേഷൻ ലോക്ക് ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആവുകയും അവിടെ നിന്ന് എക്സിറ്റ് ആകുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവുകയും ചെയ്യുന്ന ഒരു ഓട്ടോമേഷനാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഓട്ടോമേഷൻ ടാബ് സെലക്ട് ചെയ്യുക. പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം അതിൽ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിൽ ഈസ് ഓപ്പൺ ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. താഴെ റൺ ഇമീഡിയറ്റ്ലി സെലക്ട് ചെയ്തതിന് ശേഷം ചൂസ് ആപ്പ് എന്നുള്ളത് പോയിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതും സെലക്ട് ചെയ്യുവാണ്. ഡൺ കൊടുത്തു. ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് ഓറിയൻറ്റേഷൻ ആക്ഷനാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ആക്ഷൻ കിട്ടും. ഇവിടെ ടോഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ടേൺ ആക്കുക, ഓഫ് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇനി ഒരു ഓട്ടോമേഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ആപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഈസ് ക്ലോസ്ഡ് കൊടുക്കുക. ദെൻ റൺ ഇമീഡിയറ്റ്ലി ചൂസ് ഈ സെയിം ആപ്ലിക്കേഷൻ തന്നെ ഇവിടുന്ന് തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. ഈ പ്രാവശ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോഗിൾ എന്നുള്ളത് മാറ്റിയിട്ട് ഓഫ് എന്നുള്ളത് ഇവിടെ ഓൺ എന്നുള്ളത് ഡൺ കൊടുക്കാം. അപ്പം ആപ്പിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ഈ ഒരു ഓറിയൻറ്റേഷൻ ലോക്ക് എനേബിൾഡും ഡിസേബിളും ആകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓറിയൻറ്റേഷൻ ലോക്ക് എനേബിൾഡ് ആണ്. ഞാനിനി യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഓറിയൻറ്റേഷൻ ഡിസേബിൾഡ് ആണ്. ഇനി യൂട്യൂബ് ആപ്പിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യുന്ന അതേ മൊമെൻറ്റിൽ ഓറിയൻറ്റേഷൻ ബാക്ക് ഓൺ. സോ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 എയർ ഡ്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് കട്ടാണ്. അതായത് നിങ്ങൾ മൾട്ടിപ്പിളായിട്ട് സെലക്ട് ചെയ്യുന്ന ഫയലെല്ലാം വളരെ ഈസിലി, അതായത് ഒരു കീ ഷോർട്ട് കട്ടിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് ഷോർട്ട് കട്ട് ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ അതുപയോഗിച്ച് ഫയൽസ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഐഫോൺ യൂസേഴ്സിനല്ല, ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്താണ് മാക് യൂസേഴ്സിന്. കാരണം ഏത് തരത്തിലുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി. സോ മാക്കിലേക്ക് നമുക്ക് പോകാം. സോ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് സെർച്ച് ചെയ്യുക, ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുക. ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുമ്പം നമ്മളിവിടെ പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഗെറ്റ് ഫയൽ എന്നുള്ളതാണ്. ഗെറ്റ് സെലക്ട് ഫയൽ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ എയർ ഡ്രോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. എയർ ഡ്രോപ്പ് ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള എയർ ഡ്രോപ്പാണ്. അത് നമ്മളങ്ങ് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ 2 ഫയൽ മാത്രം ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ ഡീറ്റെയിൽ ടാബിലേക്ക് പോവുക. അവിടെ ഈ ഒരു റൺ ആസ് ക്വിക്ക് ആക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കീ ഷോർട്ട് കട്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ കൺട്രോൾ ഓപ്ഷൻ ഡി എന്നുള്ളത് സെലക്ട് ചെയ്തു. കൺട്രോൾ ഓപ്ഷൻ ഡി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐക്കണും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ കീ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു പേര് കൊടുത്തു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫയൽ ഇവിടെ ഞാൻ 2 ഫയൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൺട്രോൾ ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾവേസ് അലോ കൊടുക്കുക.
എയർ ഡ്രോപ്പിലേക്ക് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കും. എത്ര ഫയൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. അതായത് 2 ഫയൽ ഞാൻ സെലക്ട് ചെയ്തു, കൺട്രോൾ ഓപ്ഷൻ ഡി കൊടുത്ത് കഴിയുമ്പം എയർ ഡ്രോപ്പ് അവിടെ പോപ്പപ്പായി. അങ്ങനെ ഡയറക്റ്റ് എനിക്ക് വേണ്ട ഡിവൈസിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കീ കൊടുക്കുമ്പം ഇതുപോലത്തെ കീയെ കൊടുക്കാവുള്ളൂ. കൺട്രോൾ ഓപ്ഷൻ പിന്നെ ഏതെങ്കിലും ആൽഫബറ്റ്, അല്ലാതെ നിങ്ങൾ നമ്പേഴ്സ് ഒന്നും കൊടുക്കരുത്. നമ്പേഴ്സ് ഒന്നും കൊടുത്താൽ ചിലപ്പോൾ വർക്കാകത്തില്ല. അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ വീട്, ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വൈഫൈ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ മൊബൈൽ ഡാറ്റ അതിൻ്റെ ആവശ്യമില്ല, കാരണം വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ. സോ അത് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആയി വൈഫൈയിലേക്ക് കണക്റ്റ് ആക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അതെങ്ങനെ സെറ്റ് ആകുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ മൊബൈൽ ഡാറ്റ എനേബിൾ ചെയ്തിട്ടുണ്ട്. സിറി ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുക. അവിടെ ഓട്ടോമേഷൻ ടാബിൽ പോയിട്ട് പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അറൈവ്, ലീവ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് കാണാം. അറൈവ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്ക് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അത് നിങ്ങൾ ചൂസ് കൊടുക്കുക. അവിടെ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് താഴെ ഒരു മാപ്പിനകത്ത് നമ്മുടെ കറണ്ട് ലൊക്കേഷൻ്റെ ഏകദേശം പ്രോക്സിമിറ്റിയിലുള്ള ആ ലൊക്കേഷൻസ് ഒക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു റേഡിയസ് ഉണ്ടല്ലോ അതങ്ങ് കുറയ്ക്കണം. കാരണം നമ്മളുടെ കറണ്ട് ലൊക്കേഷൻ മാത്രം മതി, അതായത് എക്സാക്ട് ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പം ഓട്ടോമേഷൻ റണ്ണായാൽ മതി. സോ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ആക്ഷനാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം ആക്ഷൻ സെർച്ച് ചെയ്യുക. സെല്ലുലാർ നെറ്റ്വർക്കാണ്. സെറ്റ് സെല്ലുലാർ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാം, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടേൺ ഓഫ് കൊടുക്കുക. കാരണം നമുക്ക് ഈ വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ലൊക്കേഷൻ ഏതാണോ അവിടെ എത്തിക്കഴിയുമ്പം സെല്ലുലാർ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആവുകയും വൈഫൈ കണക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ സെറ്റ് വൈഫൈ എന്ന് പറയുന്നത് സെർച്ച് ചെയ്യണം. സെറ്റ് വൈഫൈ കൊടുത്തിട്ട് ഓൺ കൊടുക്കണം. അപ്പം അറൈവിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ ഇത് ആഡ് ചെയ്യുക, ഡൺ കൊടുക്കുക. അപ്പം സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കണക്ഷൻ അങ്ങ് ഡിസേബിൾ ആവുകയും നമ്മുടെ വൈഫൈ കണക്റ്റ് ആവുകയും ചെയ്യും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ, അതായത് ഈ ഉള്ള സ്ഥലത്ത് നമ്മൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈൽ ഡാറ്റ എനേബിൾഡ് ആകണം എന്നുണ്ടെങ്കിൽ ലീവ് കൊടുക്കുക. എന്നിട്ട് ഇതേ പരിപാടി ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ വീണ്ടും റൺ ഇമീഡിയറ്റ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ടും സെലക്ട് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ബ്ലാങ്ക് ഓട്ടോമേഷനിൽ പോയിട്ട് സെറ്റ് സെല്ലുലാർ ഡാറ്റ എനേബിൾ ചെയ്യുക, ഓൺ കൊടുക്കുക. അതോടൊപ്പം തന്നെ വൈഫൈ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. വൈഫൈ കാരണം വെളിയിൽ പോകുമ്പോൾ നമുക്ക് വൈഫൈയുടെ ആവശ്യമില്ല. അപ്പം വൈഫൈ ഓഫും കൊടുത്തു കഴിഞ്ഞാൽ, ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പം ഓട്ടോമാറ്റിക്കലി സെല്ലുലാർ ഓൺ ആവുകയും വൈഫൈ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. ഇതിലെ അവസാനത്തെ ഐറ്റം എന്ന് പറയുന്നത് ആഡ് ടൈം എന്ന് പറയുന്ന ഷോർട്ട് കട്ടാണ്. ജസ്റ്റ് അതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4.25 മണിക്കൂർ കഴിയുമ്പം എന്നാ ടൈമാണ് വരുന്നത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 8.25 മണിക്കൂർ കഴിയുമ്പം ഞാൻ ഒരു 8:40 കൊടുത്തു. അപ്പോൾ എത്ര ടൈം ആവും എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ 6:38 എന്നുള്ളത് കൃത്യം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഉപകാരപ്പെടുന്ന ഏതാനും സിരി ഓട്ടോമേഷൻസും സിരി ഷോർട്ട് കട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഇന്ന് തന്നെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, പീസ്.